നമസ്കാരം. ടെസ്ല ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഇപ്പോൾ ഇലക്ട്രോണിക് സ്റ്റാർട്ടറുകളാണ് നമ്മൾ സാധാരണയായിട്ട് സബ്മേഴ്സിബിൾ മോട്ടറുകൾ ഉപയോഗിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനലോഗും സ്റ്റാർട്ടറിന് പകരമായിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് സ്റ്റാർട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് സ്റ്റാർട്ടറുകളുടെ പ്രത്യേകത നമുക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യാം, ആംബിയർ സെറ്റ് ചെയ്യാം, ഡ്രൈ റൺ ആയിട്ട് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും, ടൈമർ സെറ്റ് ചെയ്യാം, അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇങ്ങനെ ഇലക്ട്രോണിക് സ്റ്റാർട്ടർ ഉപയോഗിക്കുമ്പോൾ മോട്ടറിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും ലോ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും ഡ്രൈ റണ്ണായിട്ട് ഓടിയാലും ഒക്കെ നമുക്ക് മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ടറിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്രോംപ്ടൻ്റെ ആർമർ മോഡലായിട്ടുള്ള ഈ സ്റ്റാർട്ടറിൻ്റെ പ്രത്യേകത ഇലക്ട്രോണിക് സ്റ്റാർട്ടറാണ്. അപ്പോൾ നമുക്ക് കുറേ പ്രോഗ്രാമൊക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പ് സ്റ്റാർട്ടറാണ് ഈ ക്രോംപ്ടൻ്റെ ഈ മോഡൽ വരുന്നത്. ഇത് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇടിമിന്നലുണ്ടായി. പിന്നെ ഇത് വർക്കാവുന്നില്ല, വോൾട്ടേജ് കൂടുക എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഓണാക്കി നോക്കുമ്പോൾ ഡിസ്പ്ലേ തെളിയുന്നില്ല, അനങ്ങുന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് അയച്ചു നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ലോക്ക് ഉണ്ട്. ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ സബ്മേഴ്സിബിൾ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ തന്നെ 2 കപ്പാസിറ്റർ ഉണ്ട്. ഇത് സ്റ്റാർട്ട് കപ്പാസിറ്റർ, ഇത് റൺ കപ്പാസിറ്റർ. പിന്നെ ഈ ഡിസ്പ്ലേ കണക്ട് ചെയ്തേക്കുന്ന ഒരു VA കാർഡുണ്ടത്. ഇതിനകത്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുന്ന ഇതിനകത്താണ് പ്രോഗ്രാം ചെയ്ത് വയ്ക്കുന്ന കാർഡാണിത്. അതിനകത്ത് നിന്ന് സ്ട്രിപ്പ് വയർ വന്നിട്ട് നേരെ ഒരു പവർ റിലേ കാർഡ് ഉണ്ട്. പവർ റിലേ കാർഡ്, ട്രാൻസ്ഫോമർ, ഇത്ര സാധനങ്ങളാണ് ഇലക്ട്രോണിക്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ബന്ധപ്പെട്ട് വന്നേക്കണേ. ബാക്കി സാധാരണ സ്റ്റാർട്ടറിൽ കാണുന്ന പോലെ തന്നെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ. പിന്നെ അഡീഷണൽ ആയിട്ടൊരു കറണ്ട് ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഈ ട്രാൻസ്ഫോമർ വഴിയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് റിലേയിലേക്ക്, ഈ കാർഡിലേക്ക് സപ്ലൈ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഡിസ്പ്ലേ അനങ്ങുന്നില്ലെങ്കിൽ ആദ്യം നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നാ സംഭവം. ഫസ്റ്റ് അതിനായിട്ട് നമ്മൾ ഈ സ്ട്രിപ്പ് വയർ പതുക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മൾട്ടിമീറ്റർ എടുക്കുക, വോൾട്ടിലേക്ക് ഇടുക, ചെക്ക് ചെയ്യുക. ഇൻപുട്ട് ഓക്കെയാണ്. ഇൻപുട്ട് വരുന്നത് ഇൻപുട്ട് ഓക്കെ. പിന്നെ ഈ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് ഈ കാർഡിലേക്കാണ് വരുന്നത്. ഈ കാർഡിൽ ഈ ബ്ലൂ ലൈനാണ്, ചെറിയ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ഈ ബ്ലൂ ലൈൻ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നില്ല. അപ്പോൾ മിക്കവാറും ഈ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആയിട്ട് ഇതിൻ്റെ റിലേയിലേക്ക് വരാത്ത. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറെഡി ക്രോംപ്ടൻ്റെ തന്നെ ഈ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ് നമുക്ക് ഈ സെയിം ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി തന്നെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫോമർ കൊണ്ട് റെഡി ആവുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സപ്ലൈ ഓഫ് ചെയ്യുക. സപ്ലൈ ഓഫ് ചെയ്തതിന് ശേഷം ഇതാണ് കാർഡിൻ്റെ ബേസ് ഇളകിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഈ കണക്ടറിൽ നിന്നാണ് ട്രാൻസ്ഫോമറിൽ സപ്ലൈ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ കണക്ടർ ഒന്ന് ഊരി നോക്കാം. ഈ കണക്ടർ നമ്മൾ റിലീസ് ചെയ്തു. ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ലൈനാണ്. ഇൻപുട്ട് ലൈൻ നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ ഈ ഔട്ട്പുട്ട് വരുന്നത് ഈ കാർഡിലേക്ക്, ഇത് പവർ റിലേ കാർഡിലേക്ക് പോയേക്കുന്നത് ഈ ബ്ലൂ ലൈനാണ്. ഈ ബ്ലൂ ലൈനും ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോയി. അപ്പോൾ ട്രാൻസ്ഫോമർ നമ്മൾ കാർഡൊന്ന് ജസ്റ്റ് പൊക്കിയിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ റിമൂവ് ചെയ്ത് 2 സൈഡിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് ഇത് ബേസ് ചെയ്തേക്കണ ഈ ബേസ് ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തെടുക്കുക.
ഇതാണ് നമ്മൾ അഴിച്ച ട്രാൻസ്ഫോമർ. ഇത് പ്രൈമറി നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളും ഫെയിലിയറൊന്നും കാണുന്നില്ല. പക്ഷേ ഔട്ട്പുട്ട് ലൈൻ വരുന്നില്ല, അപ്പോൾ ഉള്ളിൽ കട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കതുപോലെ തന്നെ ഇത് പുതിയതാണ്, റൈറ്റ് സൈഡ് ഇത് പുതിയ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്ക് ഈ പുതിയ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് സംഭവം എന്നാണ്. അപ്പോൾ ആദ്യമേ ഔട്ട്പുട്ട് ലൈൻ ഇങ്ങനെ ഈ ഒരു ബേസിൽ തന്നെയാണ് ഇരുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. സ്ക്രൂ പഴയ പോലെ തന്നെ ഈ റെഡ് വയറാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വരുന്നത്. അത് ഈ കണക്ടറിലേക്ക് കയറ്റിയിട്ട് സ്ക്രൂ ചെയ്തെടുക്കുക. അപ്പം ഈ റിലേന്ന് മെയിൻ കണക്ടറിൽ നിന്ന് ഈ ഇതിനകത്തേക്ക് ഇൻപുട്ട് വരുന്നത് ഇതിൽ പോകണം, ഈ കണക്ടറിലേക്കാണ്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ലൈൻ ഈ റിലേ കാർഡിലേക്ക് വരുന്നിടത്ത് ജസ്റ്റ് നമുക്കിത് ഇതുപോലെ കണക്ട് ചെയ്ത് ജസ്റ്റ് നോക്കാം. വേണ്ട, കണക്ട് ചെയ്ത് നോക്കാം. ഇത് റിലേ കാർഡിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് പവർ സപ്ലൈ ഓൺ ആക്കി നോക്കാം. സ്ട്രിപ്പ് വയർ കണക്ട് ചെയ്യണം കേട്ടോ, സോറി. സ്ട്രിപ്പ് വയർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ജസ്റ്റ് അത് പ്രസ് ചെയ്താൽ മതി, അത് രണ്ട് സൈഡിലേക്ക് ഒന്ന് ലോക്ക് ആയിക്കോളൂ. എന്നിട്ട് ജസ്റ്റ് സപ്ലൈ ഓൺ ആക്കി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു ഔട്ട്പുട്ട് കാണിക്കാത്ത. അപ്പോൾ ഇനി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോ ഐഡിയ, ഒരു ഇല്ല, അത് സപ്ലൈ വരുന്നില്ല. അപ്പം ഈ പവർ റിലേ കാർഡും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം ഇതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഈ രണ്ട് കംപ്ലൈൻറ്റും കൊണ്ടാണ് ഡിസ്പ്ലേ തെളിയാണ്ട് വരുന്നത്. ശരി കേട്ടോ, ഇതിനകത്തൊരു ഈ ഹീറ്റ് സിങ്ക് കൊടുത്തേക്കണ ഇവിടെ കുറച്ചിങ്ങനെ ഇളകിയിരിക്കുന്നുണ്ട്. ഈ റിലേ എടുത്തുണ്ടോ, ഈ പോർഷനിലൊരു കളർ വ്യത്യാസം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ നീല വയർ വരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോരും. പിന്നെ ഈ യെല്ലോ ഇത് കാണുന്നുണ്ട്, അത് ശരിക്കും CT കറണ്ട് ട്രാൻസ്ഫോമറിലേക്കുള്ള ലൈനാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് കൊടുക്കുന്ന ഓരോ പാർട്സ് കംപ്ലൈൻ്റ് ആയാലും നമുക്കതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മുടെ പർച്ചേസ് ചെയ്തേക്കുന്ന ഷോപ്പുകളിൽ പറഞ്ഞാൽ ഇതുവരെ ക്രോംപ്ടണിൻ്റെ തന്നെ കമ്പനിയുടെ സ്പെയർ പാർട്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് റിലേ കാർഡിലേക്ക് വരുന്നത്, ഇതൊരു റിലേ ആണ്. ആ റിലേയുടെ ഇൻലെറ്റും ഔട്ട്ലെറ്റും അത് ഊരി ഈ കാർഡ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കും. ഇവിടെ ഒരു ചെറിയ ഡാമേജ് കാണുന്നുണ്ട്. ഇത് റിപ്പയർ ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല, കാരണം ഇത് നമുക്ക് ഓൾറെഡി വലിയ പൈസയൊന്നും ഇല്ലാത്ത ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇതിൻ്റെ റിലേ കാർഡൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഇത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയത് അങ്ങോട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാണ് പുതിയത്, ഇത് പഴയത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചൊരു മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അത് പോയതായിരിക്കും. ഇത് ചെക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, ചെറിയ പൈസ ഉള്ളതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഷോപ്പിലൊക്കെ കൊടുത്ത് നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം. പക്ഷെ നമുക്കൊന്ന് പുതിയത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം പഴയ പോലെ തന്നെ ഇവിടെ കാണുന്നത് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ റിലേ, അതിനകത്തേക്കുള്ള പിന്ന് കൊടുക്കുക കറക്റ്റായിട്ട്. അത് കൊടുത്തു. ഇത് ബ്ലൂ ലൈൻ ഇൻപുട്ട് ലൈൻ, അതായത് ഇതിനകത്തേക്കുള്ള പവർ സപ്ലൈ. ഈ റിലേ കാർഡും ട്രാൻസ്ഫോമറുമാണ് കംപ്ലൈൻ്റ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ രണ്ടും നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം സ്റ്റാർട്ടർ നല്ല വൃത്തിയായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തേക്കുന്ന ഫങ്ഷൻസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ ഇതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് വർക്കിംഗ് ഇതാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇലക്ട്രോണിക് സ്റ്റാർട്ടറിൻ്റെ ഇതെങ്ങനെയാണ് നമുക്ക് വോൾട്ടേജ് എങ്ങനെ സെറ്റ് ചെയ്യാം, ലോ വോൾട്ടേജ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഹൈ വോൾട്ടേജ് എങ്ങനെ സെറ്റ് ചെയ്യാം, ടൈമറുണ്ട് ഇതിനകത്ത്. എത്ര ടൈമിനുള്ളിൽ കട്ട് ഓഫ് ആവണം, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാം. ഇലക്ട്രോണിക് സ്റ്റാർട്ടറിൻ്റെ ഈ കമ്പോണൻ്റ്, ഈ ചെറിയ കമ്പോണൻസ് മാറ്റി നമുക്കത് ചെറിയ പൈസയ്ക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.